അങ്ങനെ കൊട്ടാരക്കര മേള കഴിഞ്ഞ് നമ്മളെ നഴ്സറിയിലോട്ട് തിരിച്ചു വന്ന് നമ്മളെ റോസ് കുട്ടന്മാരും അതേപോലെ തെങ്ങന്തൈ മാന്തൈ പ്ലാന്തൈ എല്ലാം കൂടാണ് ഇന്നത്തെ വീഡിയോ. അതേപോലെ തന്നെ നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയുടെ എന്ന് വെച്ചാൽ വിജയികൾ നമ്മളിന്ന് പറയുന്നുണ്ട്. ഞറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത കുറച്ച് വിജയികളുണ്ട്. 1 സൈറ മുഹമ്മദ്, 2 പ്രിയ നന്ദിത, 3 അച്ചു ലൈഫ് സ്റ്റൈൽ, പിന്നെ സോന എം ആൻഡ് ആരോമൽ MS. ഇത് ഒരാളാണ്. അതേപോലെ തന്നെ മൈനൂസ് വേൾഡ് എന്ന് പറഞ്ഞ് ഇത്രയും പേർക്കാണ് നമ്മളിപ്പം ഞറുക്കെടുപ്പിലൂടെ എടുത്തേക്കുന്ന നമ്മൾ ഈ എന്താ പറയുക ഈ സമ്മാനം അയച്ചു കൊടുക്കുന്നത്. സമ്മർ സ്നോ റോസാണ് എടുത്ത് പാക്ക് ചെയ്താണ് അയച്ചു കൊടുക്കുന്നത്. അന്നേരം ഇത്രയും പേര് ഈ കാണുന്ന നമ്പറിനകത്ത് പ്രത്യേകം നിങ്ങൾ അഡ്രസ്സ് ഇട്ട് തരേണ്ടതാണ്. അന്നേരം ഇത് ഓർക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന റോസുകൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിനകത്ത് കുറേ വെറൈറ്റി റോസുകൾ ഇന്ന് നമ്മൾ ഈ എക്സിബിഷൻ കഴിഞ്ഞ് കൊണ്ടുവന്ന റോസുകൾ നമ്മൾ 10% ഡിസ്കൗണ്ടിൽ നമ്മൾ കൊടുക്കുന്നവരെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അന്നേരം അങ്ങനെ കൊണ്ടുവന്ന റോസുകൾ ഇപ്പം നമ്മൾ രണ്ടാംകുറ്റി കുമാർ നഴ്സറിയുടെ ഫ്രണ്ടേജിൽ നല്ല കിട്ടില്ലായിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ എത്ര രൂപയുടെ സാധനം എടുക്കുന്നു അതിനകത്ത് 10% ഡിസ്കൗണ്ട് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് കമൻറ്റ് രൂപേണ അറിയിക്കുക. പ്ലാന്റ് ഇറക്കി വെക്കുമ്പോഴത്തേക്ക് കുറച്ച് നല്ല കിഡിലം റോസ് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോസുകളുണ്ട്. ഇത്രയും ദിവസം എന്ന് വെച്ചാൽ 2-3 ലോഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ആ പ്ലാന്റുകളിൽ നിന്നും സെലക്ട് ചെയ്ത നല്ല പ്ലാന്റുകൾ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ വെക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ളത് പ്രത്യേകം സൈഡിൽ മാറ്റി പ്രൂൺ ചെയ്തതിന് ശേഷം അതിന് ഡൈഅമോണിയം ഫോസ്ഫേറ്റ് നമ്മൾ കൊടുക്കും. അതിനുശേഷം നല്ല വെയിൽ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ച് വീണ്ടും തെളിച്ചെടുക്കും. അതിനെ വീണ്ടും എടുത്ത് നമ്മൾ സെയിലിന് ഇറക്കും. അതിൻ്റെ കൂടെ തന്നെ പുതിയ ലോഡും അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകം അറിയാവുന്നതാണ്. റോസിൻ്റെ ഒരു ഭാഗമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിലിനുള്ള ഒരു ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ സീസൺ ഐറ്റം കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നതെല്ലാം ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പന ഐറ്റംസ് ഉണ്ട്. അതേപോലെ തന്നെ ഫോക്സ് പാമ്പിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ ലോഡിനകത്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തി, നല്ല കിഡിലും കുറച്ച് വെറൈറ്റി ചെമ്പരത്തികളുണ്ട്. വലിയ സൈസിലുള്ള ചെമ്പരത്തികളുണ്ട്. ഫ്ലവർ വീട് തുടങ്ങുന്ന പൂനെ വെറൈറ്റി കുറേ ചെമ്പരത്തികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നാടൻ റോസിൻ്റെ കുറച്ച് ശേഖരമുണ്ട്. അതായത് പനിനീർ റോസിനൊക്കെ ഒരുപാട് പേര് തിരക്കി നടപ്പുണ്ട് അല്ലേ. ഈ പനിനീർ റോസിൻ്റെ ഒരു ബാച്ച് നമ്മളിപ്പം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രീപ്പിംഗ് റോസ്, അതേപോലെ നല്ല കിഡിലും കുറേ വെറൈറ്റി പേര, 2-3 വെറൈറ്റി പേര ഇപ്പം കൊണ്ടുവന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ വരുന്ന പേരയ്ക്ക, ചെറിയ സൈസിൽ വരുന്ന പേരയ്ക്ക, അതേപോലെ തന്നെ നാടൻ മാവിനങ്ങൾ, കിളിച്ചുണ്ടൻ മാങ്ങ, അതേപോലെ തന്നെ കുറച്ച് ശതാബ് എന്നറിയപ്പെടുന്ന അരൂത്, അതെന്ന് പറഞ്ഞാൽ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. അതും ഇപ്പോൾ നമ്മൾ ലോഡിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് കണ്ടു. അതേപോലെ തന്നെ റോസിൻ്റെ കെയർ ഇനി നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതിനുള്ള നന്നായിട്ട് പ്രൂൺ ചെയ്ത് കഴിയുക. ഇപ്പോഴത്തെ സമയത്ത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പ്ലാന്റിനകത്ത് ആ പഴയ പൂക്കളോ അല്ലെന്നുണ്ടെങ്കിൽ പഴയ ഇലകളോ കരിഞ്ഞേക്കുന്ന ഇലകളോ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ലതാണ്. അതേപോലെ തന്നെ മഞ്ഞളിപ്പ് രോഗമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ആ മഞ്ഞ ഇലകൾ വരുന്നതെല്ലാം ഒന്ന് കൊഴിച്ച് കളഞ്ഞ് ദൂരത്തോട്ട് മാറ്റിയിടുക. അതിനുശേഷമായിട്ട് ഇച്ചിരി ഇൻഡോഫില്ലോ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് മേടിക്കുക. നല്ല വൃത്തിയാവണം കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇൻഡോഫില്ലോ അല്ലെങ്കിൽ മാംഗോ സബ്ബോ ഡൈസബ്ബോ ഏതെങ്കിലും ഒന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതും കൂടെ ഒന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം 15 ദിവസത്തിന് ഗ്യാപ്പിൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. പ്ലാന്റ് ഇറക്കി സെറ്റ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ സെറ്റായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്ലാന്റുകളായിരിക്കും വരുന്നത്. അന്നേരം ഈ പ്ലാന്റുകൾ ഇതേപോലെ തന്നെ സേഫായിട്ട് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മളിവിടെ തണ്ണന്മാർ വരെ നന്നായിട്ട് അടുക്കി സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അന്നേരം ഇതേപോലെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത പ്ലാന്റുകളാണ് ഇപ്പം ഇവിടെ നിറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോൾസെയിലുകാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഇത് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അന്നേരം തീരുന്നതിന് മുമ്പൊക്കെ വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. കൊല്ലത്ത് വന്നിട്ട് രണ്ടാംകുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്ത് ഒരു വില്ലേജ് ഓഫീസുണ്ട്. കിളിയല്ലൂർ വില്ലേജ് ഓഫീസിൻ്റെ നേരെ എതിർവശത്തായിട്ട് അകത്തോട്ട് കയറി വരുന്ന വഴിക്കാണ് നമ്മളെ നഴ്സറി. മെയിൻ നഴ്സറി റോഡ് സൈഡിൽ നമ്മളൊരു ചെറിയ ഔട്ട്ലെറ്റ് വെച്ചിട്ടുണ്ട്. അന്നേരം അവിടെയും കൂടെയൊക്കെ ഒന്ന് വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സൊക്കെ ഒരുപാട് വരാനുണ്ട്. നമ്മളെ തിരുവനന്തപുരത്തൊരു എക്സിബിഷൻ വരാൻ സാധ്യതയുണ്ട്. അന്നേരം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഓരോ ദിവസവും നമ്മളിടുന്ന വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതേപോലെ ഗോൾഡൻ കാസ്കേഡിൻ്റെ വലിയ പ്ലാന്റ് നിൽക്കുന്നത് കണ്ടാൽ ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ അതാണ്ട് ഇപ്പം ഇറക്കിക്കൊണ്ടിരിക്കുന്ന തൈകളിൽ ഒരു സൈഡിൽ നമ്മൾ വെച്ചേക്കുന്നതാണ്. തന്നെ കണ്ടില്ല എന്തുമാത്രം നല്ല കരുത്തുള്ള പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, മദർ പ്ലാന്റ് ആക്കാൻ പറ്റുന്ന കിടുക്കാച്ചി വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ദാണ്ട് ഈ കാണുന്നത്. അതിനകത്ത് എന്തുമാത്രം വെറൈറ്റികളാണെന്ന് നോക്കി, അതിൻ്റെ കരുത്ത് നോക്കി. അതേപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഇനി ഇതിപ്പം പ്രൂൺ ചെയ്യും, പഴയ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല ഭംഗിയുള്ള പ്ലാന്റുകൾ നമ്മളിപ്പോൾ സെയിലിന് ഇറക്കുന്നതാണ്. നിങ്ങൾക്ക് വന്നും വാങ്ങാനായിട്ട് ദാണ്ട് ഇതേപോലെ ഒരു റോസിൻ്റെ സാഗരം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സാരം. ഏകദേശം ഒരു 10-2000 റോസ് എന്താ
എന്തായാലും ഇതിനകത്ത് വരും. വലിയ ചട്ടിയിലുള്ള റോസ് സെറ്റായിട്ട് മദർ പ്ലാന്റ് ആയിട്ടുള്ള റോസൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതേപോലുള്ള നിരവധി വീഡിയോകൾ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേരം ഇതിനൊക്കെ ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അന്നേരം ഈ വീഡിയോയിലും നിങ്ങൾക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഒളിച്ചിരിപ്പുണ്ട്. അവർക്ക് 5 ചെമ്പരത്തിയാണ് സമ്മാനം. അതായത് 5 തരം ചെമ്പരത്തി നമ്മൾ ഓരോരുത്തർക്കും ഓരോ ചെമ്പരത്തി വീതം കൊടുക്കുന്നതായിരിക്കും എന്ന് സാരം. അന്നേരം നിങ്ങൾ ആ ചോദ്യം കണ്ടെത്തി നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വിജയികൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.